ചെറിയ പെരുന്നാളിന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം. ഒരു മുസ്ലിം ഇസ്ലാമത വിശ്വാസിയുടെ ഈ രാവും പെരുന്നാൾ പകലും ഭക്ഷിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളും അവൻ്റെ ഭാര്യ, അവൻ്റെ മക്കൾ കഴിഞ്ഞ് വല്ലതും മിച്ചമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് 3 ലിറ്ററും 200 മില്ലി ലിറ്ററും വെച്ച് ഒരു സാറ് ധർമ്മം ചെയ്യൽ നിർബന്ധമാണ്. ഇത് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് തൻ്റെ ബന്ധുമിത്ത്, തൻ്റെ അയൽവാസികൾ, തൻ്റെ അകന്ന കുടുംബങ്ങൾ, വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം. അത് കൊടുക്കേണ്ട ഏറ്റവും ഉത്തമമായ സമയം പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നതിൻ്റെ മുമ്പാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എല്ലാവരും നാളെ പെരുന്നാൾ നിസ്കരിക്കണം. നിസ്കരിക്കേണ്ട സമയം സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമായി. ആ പെരുന്നാൾ നിസ്കാരം മറ്റു നിസ്കാരങ്ങളിൽ നിന്ന് വ്യതിരക്തമാകുന്നത് നിസ്കാരത്തിന് മുസല്ലി സ്വലാത്ത സുന്നത്ത ഈദിൽ അസ്ഗർ, ചെറിയ പെരുന്നാളിൻ്റെ 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ചെറിയ പെരുന്നാൾ എന്നും ഈദുൽ ഫിത്ർ എന്നും പറയും. അപ്പോൾ മുസല്ലി സ്വലാത്ത സുന്നത്ത ഈദിൽ ഫിത്ർ റക്അത്തൈനി മുതവജ്ജിഹൻ ലിൽ ഖിബ്ല മഅൽ ഇമാമി അദാഅൻ ലില്ലാഹി തആല എന്ന് സംഘടിതമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ നിയ്യത്ത് വെക്കുക. ശേഷം ഈ നിയ്യത്തോടെ തക്ബീർ ചൊല്ലി വജ്ജഹ്തു ഓതി ഫാത്തിഹ ഓതുന്നതിന് മുമ്പായി ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലണം. ആ തക്ബീർ ഇമാമിനോടൊന്നിച്ച് മഅ്മൂമീങ്ങളും ഉറക്കച്ചൊല്ലൽ സുന്നത്തുള്ളതാണ്. ഓരോ തക്ബീറിനിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന അതിപ്രധാനമായ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. 7 ദിക്ർ അല്ലാഹു അക്ബർ എന്ന് കഴിഞ്ഞ് ശേഷം ഫാത്തിഹ, മറ്റു നിസ്കാരങ്ങളെപ്പോലെ സൂറത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് അഊദ് ഓതുന്നതിൻ്റെ മുമ്പായി 5 തക്ബീർ ചൊല്ലണം. ഈ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നു ചൊല്ലണം. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമുഅ ഖുതുബ നിസ്കാരത്തിൻ്റെ മുമ്പാണ്. പെരുന്നാളിന് അങ്ങനെയല്ല. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പെരുന്നാൾ ഖുതുബ നിർവഹിക്കേണ്ടത്. എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ ഈദാശംസകൾ. സാഹോദര്യവും ഐക്യവും കെട്ടുറപ്പും ശക്തിപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുത്ത് വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും എന്നിലോ കുടുംബങ്ങളിലോ ആരോടും ഉണ്ടാവില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത് ദുർബലരെയും അശരണരെയും സഹായിച്ച് അകന്നു നിൽക്കുന്നവരെയും രോഗികളെയും ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി ഐക്യം പുനഃസ്ഥാപിക്കുക. രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക.